ഹായ് ഗായ്സ്, ഞാൻ ഇപ്പോൾ ഷാങ്ഹായിലാണ്. ആൻഡ് ഒരു ഫാക്ട് പറയുകയാണെങ്കിൽ ഷാങ്ഹായിലാണ് വേൾഡിലെ ഹയസ്റ്റ് ഡെൻസിറ്റീസ് ഓഫ് ബേക്കറീസ് ആൻഡ് കഫേസ് ഉള്ളത്. ഇറ്റ് ഹാസ് ക്ലോസ് ടു 7,000 ബേക്കറീസ് ആൻഡ് കഫേസ്. ആൻഡ് ഇന്ന് എൻ്റെ ഒരു എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഏസ്റ്റേറ്റിക്കും പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് കഫേസ് നിങ്ങളുടെ അടുത്ത് എത്തിക്കാനാണ്. ആദ്യം തന്നെ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ ഷാങ്ഹായി കൂടെ നടക്കാൻ ഷാങ്ഹായി ആക്ച്വലി ഇസ് എ വെരി വാക്കബിൾ സിറ്റി. ആൻഡ് ഈ ടൈമിൽ നടക്കാൻ ഭയങ്കര അമേസിംഗ് ആണ്. സോ ഫസ്റ്റ് ഞാൻ പോയ കഫേ 13D മാർസു എന്ന് പറയുന്ന ഇവിടുത്തെ നമ്പർ 1 ട്രെൻഡിങ് കഫേ ആണ്. പക്ഷേ അവിടെ കയറിയപ്പോഴാണ് റിയലൈസ് ചെയ്തത് ക്യൂട്ട്നെസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ അവർ സെല് ചെയ്യുന്നത്. കാരണം കഫേ ചെറുതും മേളിൽ ഇവരുടെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ്, എസ്പെഷ്യലി വുമൻസ് ക്ലോത്തിങ് ഷോപ്പാണിത്. അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവരൊരു കഫേ തുടങ്ങി. ഇപ്പോൾ കഫേ വൈറലാണ്. അത് ആവാനുള്ള കാരണം അവർ സെർവ് ചെയ്യുന്ന രീതിയാണ്. ഇതുപോലെ ഒരു പപ്പി ഒരു ഗ്ലാസ് അല്ലെങ്കിൽ സ്ട്രോയിൽ ഹഗ് ചെയ്തിട്ടായിരിക്കും അവർ സെർവ് ചെയ്യുന്നത്. ആക്ച്വലി ഇറ്റ്സ് വെരി ക്യൂട്ട്. ഇത് സൂവനിയർ ആയിട്ടും കളക്ട് ചെയ്യാം. ഞാനൊരു കോൾഡ് ചോക്ലേറ്റ് ആണ് ഓർഡർ ചെയ്തത്. ഇത് ടേസ്റ്റ് വൈസ് മേ ബി നോട്ട് ദ ബെസ്റ്റ് ഓർ സംതിങ്, പക്ഷേ വാട്ട് എക്സ്ട്രോർഡിനറി മാർക്കറ്റ് ഡസ് ടു എൻ ഓർഡിനറി പ്രൊഡക്റ്റ് എന്നുള്ളൊരു എക്സാമ്പിളാണിത്. പക്ഷേ ഇതാണ് ഇവരുടെ ഔട്ട്സ്റ്റാൻഡിങ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ അടുത്ത് ഞങ്ങൾ പോയ അപ്പോളി ബേക്കറിയാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയ കാരണം ട്രെൻഡിങ് ആയതാണ്. ഇവിടെ മെയിൻ തിങ് ഇവരുടെ ബേക്ക്ഡ് ഗുഡ്സ് ആണ്. ഞങ്ങൾ കുറേ സാധനങ്ങൾ എടുത്തു. ഈ കണ്ട ഐറ്റംസ് ഒക്കെ ഞങ്ങൾ എടുത്തതാണ്. ഇവരുടെ ഡിക്കോർ എന്ന് പറയുന്ന ഒരു ഹാരി പോട്ടർ ഇൻസ്പയർഡ് ഡിക്കോറാണ്. കുറച്ച് മാജിക്കും കുറച്ച് ഹാരി പോട്ടറിൻ്റെ ഒക്കെ സ്റ്റൈൽ വെച്ച്. പക്ഷേ ഫുഡാണെങ്കിൽ ഇറ്റ്സ് ടോട്ടലി റിയലി ഗുഡ്, ഹൈ ക്വാളിറ്റി ഡിസേർട്ട്സ്. അതിൻ്റെ കൂടെ കുറച്ച് സാൻഡ്വിച്ചസും ക്രൊസോൺസും റോൾസ് ഒക്കെ ഉണ്ട്. ആൻഡ് കുറേയൊക്കെ നമ്മൾ ഇതുവരെ കഴിക്കാത്ത സാധനങ്ങൾ ഇവിടെ കണ്ടായിരുന്നു. ഈ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടല്ലോ, ഇത്രയും ഫുഡ് എടുത്തത് 1,600 രൂപ ആയിട്ടുള്ളൂ. ഇൻക്രെഡിബിൾ ക്വാളിറ്റി. പാരീസിലെ ഒരു നല്ല ബേക്കറിനെ വെല്ലുന്ന ക്വാളിറ്റി. ഇത് ഓൾമോസ്റ്റ് 1/2 കിലോ ഉണ്ട്. ഇത് വെളി കണ്ട ഡ്രൈ, പക്ഷെ അകത്തിട്ട് സോ മോയ്സ്റ്റ്. മേ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രഞ്ച് ടോസ്റ്റ്. അതുപോലെ ഓരോ ഫുഡും ഇവിടുത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അവരുടെ ചോക്ലേറ്റ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഫുഡ് കുറച്ച് കൂടിയെന്ന് വിചാരിച്ചു. ഇതെല്ലാം പക്ഷെ ഞങ്ങൾ കഴിച്ചു. ആൻഡ് ദി എൻഡിങ് വാസ് അമേസിങ്. ഈ ഒരു കിഡിലൻ പിസ്താഷ്യൂ ക്രീം ബൺ. അടുത്തത് ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്, സ്പേസ് ലാബ് എന്ന് പറഞ്ഞത്. ഇവരുടെ ഫുഡ് വെസ്റ്റേൺ ക്യൂസിനാണ്. സോ മഷ്റൂം സൂപ്പ്, ടൊമാറ്റോ സൂപ്പ്, അതുപോലെ തന്നെ ഇവരുടെ ജർമ്മൻ സോസേജസ്, പിസ്സ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ഇവർ ഫുഡ് ഡെലിവറി ആണ്. ഇതുപോലെ ഒരു UFO പോലത്തെ ഒരു സോസറിൽ സ്പേസേജ് രീതിയിലുള്ളൊരു ഡെലിവറിയാണ്. ഇത് കാണാനും അടിപൊളിയാണ്. അടുത്ത് ഞങ്ങൾ പോയ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കഫേയാണ്. ഹോളി ലാൻഡ് ട്രാവൽസ് ആണ് ഈ ഒരു ബേക്കറിയുടെ പേര്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് വെരി ഫ്യൂച്ചറിസ്റ്റിക്. ഒരു സ്പേസ് ഷട്ടിലൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഇൻറ്റീരിയേഴ്സ് ആയിരുന്നു. ഈവൻ ഫുൾ LED സ്ക്രീൻസും അതൊക്കെ ആയിരുന്നു. പക്ഷെ ഇവരുടെ മെയിൻ തിങ് പല ടൈപ്പ് ചീസ് കേക്ക്സ് ആണ്. അങ്ങനെ ഹോളി ലാൻഡിലെ ചീസ് കേക്ക് ഒരെണ്ണം വാങ്ങി എല്ലായിടത്തും നമുക്ക് കവർ ചെയ്യാൻ പറ്റി. എന്തായാലും അണ്ടർസ്റ്റുഡ് വൺ തിങ്, ഷാങ്ഹായ് ഹാസ് സം ഓഫ് ദ മോസ്റ്റ് അമേസിംഗ് കഫേസ്. നിങ്ങൾ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യുക.